അങ്ങനെ ഇനി 5 മണിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ അമയ ബ്യൂട്ടി പാർലറിൽ വന്നു. നന്ദൂട്ടീൻ്റെ കുറച്ച് മുടി വെട്ടണം, കാരണം അത് ഓവറായിട്ട് വളർന്നു. പിന്നെ എനിക്ക് ത്രെഡും ചെയ്യണം. എന്തായാലും ഹോസ്പിറ്റലിൽ പോയ കാര്യം നടന്നില്ല. കുഞ്ഞിന് മുടിയൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദുഷിന് ഉവാവ് മാറിയോ? ഇച്ചിരി ഉവാവുള്ളൂ. ചുമച്ച് കണ്ടോ, കഫം കണ്ടോ? അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നന്ദപ്പനെ കൊണ്ട് നമ്മൾ ആച്ചുച്ചി പോവുകയാണ് അല്ലേ നന്ദുഷ? വിഷമമുണ്ടോ? ഇനി വിഷമമുണ്ടോ ആശുപത്രി പോകുന്നതിന്? ഫ്രൂട്ട് ടെല്ല അങ്ങനെ എന്തോ ആണെന്ന് മേടിച്ചോ? ഓക്കെ. അപ്പം ഗൈസ്, ഇന്നലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു ഇന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നന്ദൂട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് അല്ലേ നന്ദുഷേ? അപ്പം നമുക്ക് വീഡിയോയിൽ പോവാം. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. നന്ദുഷ് റെഡി ആയിട്ടിരിക്കുകയാണ്. കാരുണ്യ ഹോസ്പിറ്റലിലാട്ടോ പോകുന്നത്, പുനലൂർ. 2 വീലറിലാണ് പോകുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു. പക്ഷെ ഇവിടെ വന്നിട്ടാണെങ്കിൽ ഡോക്ടറില്ലാന്ന്. ഹോസ്പിറ്റലിൽ പണിയൊക്കെ നടക്കുവാണ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒരു അവസ്ഥയെന്ന് വെച്ചാൽ അതാണ് കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പണി നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഡോക്ടറില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ രാത്രി OP കാണുള്ളൂ, കുഞ്ഞുങ്ങളെ കാണിക്കാനുള്ള ഡോക്ടർ. സത്യം പറഞ്ഞാൽ രാത്രി ഒരു 6 മണി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോസ്പിറ്റലുകളിലും കുഞ്ഞുങ്ങളെ കാണിക്കുന്ന ഡോക്ടേഴ്സ് ഇല്ല. അത് ഭയങ്കര ഒരു കഷ്ടം പിടിച്ചൊരു പാടാട്ടോ. വാ നോക്കി നോക്കാം എന്തായാലും. ഇപ്പം ഞങ്ങളിവിടെ വന്നതും 2 പേര് ഇറങ്ങിപ്പോയി കേട്ടോ, ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞിട്ട്. നമുക്കിനി ചെന്ന് നോക്കാം. ഗൈസ്, ഡോക്ടർ വൈകിട്ട് 5 മണിക്കുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇനി 5 മണിയാകുമ്പം വരാം. അങ്ങനെ ഇനി 5 മണിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ അമയ ബ്യൂട്ടി പാർലറിൽ വന്നു. നന്ദൂട്ടീൻ്റെ കുറച്ച് മുടി വെട്ടണം, കാരണം അത് ഓവറായിട്ട് വളർന്നു. പിന്നെ എനിക്ക് ത്രെഡും ചെയ്യണം. എന്തായാലും ഹോസ്പിറ്റലിൽ പോയ കാര്യം നടന്നില്ല. കുഞ്ഞിന് മുടിയൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് കണ്ടോ, എന്നെ ത്രെഡ് ചെയ്യാൻ സമ്മതിക്കുന്ന നന്ദൂട്ടി കയറിയിരിക്കുന്നുണ്ടോ? നന്ദൂസേ നന്ദൂസേ മുടിയൊക്കെ വെട്ടുമ്പോഴത്തേക്ക് നിന്റെ പകുതി അസുഖം പോവും കേട്ടോ. നോക്കട്ടെ നോക്കട്ടെ, കണ്ടോ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇത് തന്നവന് മുഖം ഇരിക്കുന്ന നോക്ക്. ഇവിടെ മുടി വെട്ടാൻ ഭയങ്കര ഇഷ്ടം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ പറയുമ്പോ വെട്ടണേ. ഏത് പനിയാ? കാരുണ്യ ഹോസ്പിറ്റലിൽ ഇനി ഡോക്ടർ 5 മണിക്കേ ഉള്ളൂ. ബിൽഡിംഗ് എന്തോ ചെയ്യുന്നു ഇവിടെ. എന്തോ ചേച്ചി രാത്രി ഡോക്ടർ ഇല്ലേ പിള്ളേരെ കാണിക്കുന്നത്? ഞങ്ങളുടെ അവിടെയൊക്കെ സത്യം പറഞ്ഞതാ, ഒരു രാത്രി ഡോക്ടറേ ഇല്ല, ഒരിടത്തും ഇല്ല. 5 മണി കഴിഞ്ഞാൽ ഡോക്ടർ ഇല്ല, ഞായറാഴ്ച ദിവസം ഡോക്ടർ ഇല്ല. പക്ഷെ ഹോസ്പിറ്റൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ OP അത് എല്ലാരെയും ഒരേപോലെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ എന്തോ ഒരു ഭയങ്കര ബിൽഡിംഗ് ഒക്കെ ആക്കിയിട്ട് അവിടെ ഒരു ഡോക്ടർ ഇല്ല, ബേബി ഡോക്ടർ ഇല്ല. നൈറ്റ് മുഖം വെച്ചേക്കുന്നു നന്ദമ്മ ബലൂണ്. ഫൈനൽ ലുക്ക് നോക്കുന്ന സുന്ദരിയായി, സുന്ദരി അടിപൊളിയായി നന്ദമ്മ. വേണം മുഖത്തൊരു വെട്ടം വീണ, വെട്ടം വിളിച്ചു കാട് പിടിച്ചിരുന്നു. സുന്ദരിയായി കേട്ടോ. മുടി അങ്ങനെ ഗൈസ്, നന്ദൂട്ടൻ ഇരുന്ന് കരയുന്നത് അവൾക്ക് കേക്ക് വേണമെന്ന് പറഞ്ഞ് കരയുവാണ്. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഇമ്പീരിയൽ ബേക്കറി പോയി ഒരു പീസ് വൈറ്റ് ഫോറസ്റ്റിൻ്റെ പാസ്ട്രിയും മാഷ്മലോ ഒക്കെ മേടിച്ചപ്പോഴത്തേക്കും ആളെ ഹാപ്പിയായി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ പിന്നെ കൊറിയർ എടുക്കാൻ വന്നപ്പോഴത്തേക്കും വേറൊരു വ്ളോഗറിനെ കണ്ടിരിക്കുന്നത് ഗൈസ്. നമ്മുടെ പുനലൂരിൻ്റെ വേറൊരു വ്ളോഗർ അഭിരാം സുന്ദറാണ്. ഞാൻ അവൻ്റെ വണ്ടി കണ്ടാണ് ഗൈസ് പിടിച്ചത്. അതാണ് നന്ദൂരിൻ്റെ മുഖം ഇരിക്കുന്നതൊക്കെ കടന്നല്ലോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ
ഇതിനിടയ്ക്ക് പച്ചക്കറി മേടിക്കാൻ പോയി. പിന്നെ എവിടെ പോയി നന്ദു നമ്മൾ? മീൻ മേടിക്കാൻ പോയി. എല്ലാം മേടിച്ച് വന്നപ്പോഴത്തേക്കും നന്ദുട്ടൻ്റെ കേക്ക് ഒരു പരിവായെന്നാണ് തോന്നുന്നത്. കേക്കിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്നാ നന്ദു കേക്ക് കുടിച്ചേ, ഇടിക്കേ കുറേ വൃത്തി കേട്ടോ. എൻ്റെ വണ്ടിയിൽ ചന്തം കണ്ടോ ഗൈസ്, പേടിക്കണ്ട. വെള്ളം കണ്ടിട്ട് വണ്ടി വർഷങ്ങളായത് പറഞ്ഞാൽ ഗൈസ്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാണ്. പക്ഷേ നോക്കൂ, പച്ചക്കറിയും മീനും ഒക്കെ മേടിച്ച് തിരിച്ച് വന്ന് നന്ദൂട്ടിന് മുടിയൊക്കെ വെട്ടി ഞാനും മുടി ത്രെഡ് ചെയ്ത് മുടിയൊക്കെ ചെറിയ ഷേപ്പ് ചെയ്ത് വന്നു. സത്യം പറയാമല്ലോ, ഇവിടുത്തെ കാര്യം ഡോക്ടറില്ല. അങ്ങനെ ആശുപത്രി പോയിട്ട് അത് നടന്നില്ല. ത്രെഡും ചെയ്തു, മുടിയൊക്കെ വെട്ടി നന്ദൂട്ടനെ. അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ നടന്നു വന്നു. എനിക്ക് ത്രെഡ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്ക് എന്നും ചെയ്തു തരുന്ന ചേച്ചിയല്ല ത്രെഡ് ചെയ്ത്. കണ്ടോ, 2 പുരുകം തമ്മിലുള്ള വ്യത്യാസം കണ്ടത്. നല്ല വൃത്തികേടായിട്ടിരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നാളെ മറ്റന്നാൾ എൻ്റെ അമ്മ വരുന്നുണ്ട്. അപ്പോൾ അന്നേരം അമ്മ എനിക്ക് സെറ്റാക്കി തരും. പിന്നെ വേറൊരു സ്റ്റാഫാണ് നിന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്ത് നേരം എടുത്ത് ത്രെഡ് ചെയ്യാൻ പറയണമെന്നുണ്ട്. പിന്നെ ആ കൊച്ച് കൈ വെച്ച് പോയി. പിന്നെ ഞാൻ പറയാത്ത ചെന്നി നല്ല വിഷമമുണ്ട് കേസ്. നോക്ക്, അത് ഞാനത് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ നന്ദപ്പന് മുടി വെട്ടി. പിന്നെയാണ് സൗമ്യ ചേച്ചി വന്നത്. സൗമ്യ ചേച്ചി വന്ന് മുടിയൊക്കെ വെട്ടി ശരിയാക്കി തന്നു. പിന്നെ എന്തുവാ, പോയ കാര്യം നടന്നില്ല. ഇനി 5 മണിക്ക് ശേഷം വീണ്ടും പോകണം ഹോസ്പിറ്റലിലേക്ക്. നന്ദൂട്ടന് ഒരു കേക്കൊക്കെ മേടിച്ചു. ആള് കേക്കും മാഷ്മെലോസൊക്കെ കഴിക്കും കേട്ടോ. ആള് കേക്കിൻ്റെ ഭയങ്കര ഇതാണ്. തണുപ്പ് കുറച്ച് മാറിയിട്ട് കഴിച്ചാൽ മതി കേട്ടോ. ഇതിങ്ങനെ മാറ്റി വെച്ചേക്ക്. തൊട്ട് നക്കുന്നതൊക്കെ കൊള്ളാം. വയ്യാത്ത കേട്ടോ. തണുപ്പ് കുറച്ച് മാറട്ടെ മോനെ. കേക്കിന് വേണ്ടി എന്തൊരു കരച്ചിലായിരുന്നു. എന്തിനാ ഇങ്ങനെ കടഞ്ഞേ? കൊതുവോ? ഏത് മുടിയുണ്ടോ മെയിൽ എഴുതിത്തരാം. എന്തോ പറയാനാ, ഇനി ആശുപത്രിയിൽ വീണ്ടും ഇനി പോണം. പിന്നെ വേറെ അല്ലാതെ മീനും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനിനി മീൻ കറി ഒക്കെ വെക്കാനായിട്ട് പോവുക. പോയിട്ട് ഇനി വൈകിട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇനി 5 മണിക്ക് ശേഷം ഇനി ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നന്ദപ്പെന്താ പാവം വയ്യ ആൾക്ക്. നല്ല രീതിക്കുള്ള ഇങ്ങനെ വലിച്ചിരിക്കുക കുഞ്ഞ്. അപ്പോൾ എന്തായാലും ഇനി കറികളൊക്കെ വെക്കാൻ പോട്ടെ. മീനൊക്കെ കൊണ്ടുവന്ന് വെട്ടി കുറച്ച് മീനെടുത്ത് വറക്കാൻ വെച്ചേക്കുവാണ്. ഇനി അടുത്ത് കറി വെക്കണം. കുറേ പരിപാടികളുണ്ട് ഇന്നത്തെ ദിവസം. അത് കഴിഞ്ഞിട്ട് വേണം ഇനി നന്ദപ്പനെയും കൊണ്ട് പോകാൻ. ഒരാൾ ഇരിക്കുന്നുണ്ട്, കയറി ഇരിക്കുക കേട്ടോ. കള്ളിപ്പാറും. രാത്രി ആകുമ്പോഴേ അസുഖം കൂടുന്നത്. മീൻകറി കടന്ന് തിളയ്ക്കുകയാണ് ഗൈസ്. അങ്ങനെ മീൻകറി ആയിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തോരനാട്ടോ വെക്കാൻ പോകുന്നേ ഗൈസ്. ഞാനെല്ലാം പയറ് തോരനും വെച്ചു. പിന്നെ ഒഴിക്കാനായിട്ട് തൈരുണ്ട്, പിന്നെ അച്ചാറുണ്ട്. ഇത്രയും പോരെ, സെറ്റായിട്ടേ ഗൈസ്. രാത്രിയായി. ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ് കേട്ടോ നന്ദൂസിനെയും കൊണ്ട്. കണ്ടോ, എപ്പോഴും വന്നാലും നമുക്ക് ഈ ക്യൂ ആണ്. ഇനി എപ്പോഴാണ് ഡോക്ടറെ കാണുന്നതെന്നൊന്നും അറിയില്ല ഗൈസ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മെഡിസിനൊക്കെ മേടിച്ച് കണ്ടോ. ഇതാ വന്നു. നമ്മുടെ ഷോപ്പിൻ്റെ പണി കണ്ടോ ഇത്രയായി. ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിട്ടോ. ഇതിന്റെ അകത്തൊക്കെ ഇങ്ങനെ ആക്കിട്ടോ. നന്ദൂസേ കരുത അമ്മ എടുക്കാം. അമ്മ കാണിക്കാം. അച്ഛനെ കിടക്കുള്ള പോകുന്നു. സൂപ്പറാണോ? നീ പണിയുണ്ട് നന്ദു. നമുക്ക് കട പണിഞ്ഞത് നോക്കുക കേട്ടോ. നട റോഡിൽ ചെന്ന് ഭംഗി കാണുക കേട്ടോ. കണ്ടിട്ട് മതി വിരിഞ്ഞില്ല. നട റോഡിൽ ചെന്ന് നിന്നാണ് ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ വന്നു. അപ്പോൾ നന്ദൂട്ടൻ്റെ കാർട്ടൂൺ കാണുകയാണ്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ആൾക്ക്. പിന്നെ മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോകണം. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാതെ വരേക്കും എല്ലാവർക്കും ബൈ.